41 ദിവസം എന്നെ നാട്ടിൽ കാണില്ലെങ്കിൽ ഇവിടെ എവിടെയാണെന്നുള്ള ഉത്തരം കൊടുക്കേണ്ടത് പാർട്ടിയായിരുന്നു, ചെയ്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നട്ടൽ പണയം വെച്ചിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടത് അന്നും താല്പര്യമില്ല ഇന്നും താല്പര്യമില്ല. അങ്ങനെ 2 വാർഡിൽ അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയായി. അപ്പോൾ എനിക്കും വാശിയേറി. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നന്മ ചെയ്യണമെന്ന്. എനിക്കവിടെ പാർട്ടിയില്ല, ഞാനൊരാളെയും പാർട്ടി നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്തിരുന്നു. ഞാൻ ചെയ്തത് നന്മ ഒന്നും കാണാതെ ഒരു ഇതുപോലും ചെയ്യുക. കാരണം കുറ്റം മാത്രം കാണുന്ന കുറച്ച് ജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഇടത്ത് കയറാൻ പറഞ്ഞു. എൻ്റെ ഇടത്ത് കയറി പറഞ്ഞു. അപ്പോൾ അത് ഇടത്ത് കയറി. അപ്പം തളർന്നു, 3 മാസം കിടന്നു. ഒരുപാട് പേര് വിളിച്ചത് എനിക്ക് ബാധയുണ്ട്, പക്ഷെ പൈസ ഇല്ല, മാറ്റി തരുമോ. വൈകുന്നേരം നേരത്തെ ആവായിക്ക് ഇരുത്തി, ഇവരെന്നെ ഇരുത്തി ആവായിക്കുമ്പോൾ ബാധ പറയാണ് ഞാൻ ആ രൂപത്തിൽ, ആ വലിയ രൂപത്തിൽ ഞാൻ കയറില്ല. ഈ സ്ത്രീ ചീത്തയാണ്, ഈ സ്ത്രീ എവിടെയോ പോയി, ആരുടെ കൂടെ പോയി, മക്കളെയും ഭർത്താവിനെ ഇവിടെ ഉപേക്ഷിച്ചു, സ്ത്രീ എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ മക്കളും കേട്ട് വളരുന്നത്. അപ്പോൾ ഈ അമ്മൂമ്മയുടെ സ്ഥലം ഒരു 16 വർഷമായിട്ട് ഭാഗം വെപ്പിൻ്റെ പ്രശ്നമായിട്ട് ഇവർ നികുതി അടയ്ക്കണില്ല. അപ്പം അമ്മൂമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, അവർക്ക് കുറേ ആൺമക്കളും പെൺമക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഭാഗം വെപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കുമ്പോൾ ഇവർ നികുതി അടയ്ക്കണില്ല. അപ്പോൾ ഇവർ ആധാരത്തിൽ അവർ ഉപ്പ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ആരോ മാറ്റിയേക്കണം, ഉപ്പിട്ടതൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞത് മോളെ ഞാൻ കറണ്ട് തരാം, ഇവരെ വീട്ടിൽ നിന്ന് കറണ്ട് എടുത്താൽ മാത്രമേ ആ പ്രദേശത്ത് 25 വീട്ടിലേക്ക് വെളിച്ചുണ്ടാവുള്ളൂ. പക്ഷേ ഈ അമ്മൂമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഒപ്പിട്ട് തരാം, പക്ഷേ എൻ്റെ ഈ ആധാരം ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അത് എന്നോടാണ് വാക്ക് പറഞ്ഞേക്കണത്, ഞാനാണ് വാക്ക് കൊടുത്തേക്കണതും. അപ്പോൾ അവിടെയുള്ള 2 പുരുഷന്മാർ പോയിട്ട് അമ്മാമ്മോട് രഹസ്യമായിട്ട് ഇവരെ വീട്ടിലെല്ലാവരും വീട്ടിൽ വയറിങ് കഴിഞ്ഞു, എൻ്റെ വീട് ഒഴികെ എല്ലാവരും വീട്ടിൽ വയറിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ വയറിങ് ചെയ്യണ്ട, 2 വർഷം കഴിയാതെ കറണ്ട് ഇവിടെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ 2 വർഷം പറ്റില്ല, ഇപ്പം തന്നെ കറണ്ട് എടുക്കണം വെച്ചിട്ട് ഈ അമ്മാമ്മനെ പോയി സമീപിച്ചു. ഒപ്പിട്ട് കൊടുക്കാം, വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് ഒപ്പിടാൻ വില്ലേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് അവൾ എനിക്ക് നിറവേറ്റി തരട്ടെ, അപ്പോൾ ഞാൻ വരാം, അവൾ പറയട്ടെ ഞാൻ അപ്പോൾ ഒപ്പിടാൻ വരാമെന്ന് പറഞ്ഞു. അവളും കൂടി വന്നാലാണ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും മനസ്സിലായി ഇത് പോയ ഒപ്പിട്ട് തരില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇവർ ആധാരം വാങ്ങിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ 25 വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആധാരം വാങ്ങിയിട്ട് വില്ലേജിൽ പോവുക, വില്ലേജ് ഓഫീസർ കാണാൻ. അയാൾ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് വേണ്ടിയിട്ടേ അല്ല ഞാൻ ചെന്നേക്കണം, വെയിലും കൊണ്ടിട്ട് നടന്നിട്ട് 1.5 കിലോമീറ്റർ നടക്കണം. അയാൾ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നാടിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, എനിക്കൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് എന്നേ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അയാൾ എൻ്റെ റെസ്പെക്റ്റ് കാരണം കൊണ്ട് അയാൾ ഇവിടെ വന്നിട്ട് എല്ലാ സ്ഥലം കൃത്യമാക്കിയിട്ട് അയാൾ അവരുടെ രേഖ എല്ലാം ക്ലിയറാക്കി നികുതി അടയ്ക്കാനുള്ള പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ തന്നെ നികുതി കൊണ്ടേ അടച്ചു. ഈ അമ്മൂമ്മ ഒപ്പിട്ടു. അമ്മൂമ്മ ഒപ്പിട്ടിട്ട് കറണ്ട് കിട്ടി. കറണ്ട് കിട്ടിയപ്പോഴും ക്രെഡിറ്റ് അപ്പോഴും ആർക്ക് പോയി? അവർക്ക് പോയി. അപ്പോൾ വെള്ളമായി വെളിച്ചമായി വഴിയായി 3 ക്രെഡിറ്റ് അവർക്ക് പോയി. പിന്നെ ആ ഭാഗത്ത് കുറേ വീടുകളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ADS സെക്രട്ടറി ആയ കാരണം കൊണ്ട് എത്ര SC വീടുണ്ട്, എത്ര OBC ഉണ്ട്, എത്ര ജനറൽ വീടുണ്ട് എന്നെല്ലാം എനിക്കറിയാം. വീട് നമ്പറടക്കം എനിക്കറിയാം. അപ്പോൾ അവിടെ ഒരു പുതിയൊരു പഞ്ചായത്ത് മെമ്പർ വന്നാൽ എന്നെയാണ് വിളിക്കുക, പുതിയൊരു വില്ലേജ് ഓഫീസർ വന്നാൽ എന്നെയാണ് വിളിക്കുക, എന്നെ പോലെ ആരാണ് ഇന്ന വീട് എന്നുള്ളത്. അപ്പോൾ ഞാനാണ് ഇരുന്നിട്ട് പഞ്ചായത്തിൽ അപേക്ഷ വയ്ക്കുക, ഇവർക്ക് വീട് പാസ്സാക്കാനും ഇവർക്ക് കക്കൂസ് പാസ്സാക്കാനും പൊളിച്ച മേലിന് പാസ്സാക്കാനും ഞാനാണ് അപേക്ഷ വയ്ക്കുന്നത്. ഇവരറിയ പോലും ഇല്ല. ഇവർ ഗ്രാമസഭയിൽ ഇത് പാസ്സായപ്പോഴാവും ഇവരറിയാം. പക്ഷെ എന്നിട്ടും ഞാനെന്ന വ്യക്തിയുടെ പേരിൽ ഒരു വീട് അപേക്ഷ വെച്ചേക്കുമ്പോൾ ഇവരെല്ലാം അത് റിജക്റ്റ് ചെയ്തു. 6 തവണ റിജക്റ്റ് ചെയ്തു എൻ്റെ പേരിൽ വീടിൻ്റെ പാസ്സാക്കിയപ്പോൾ. അപ്പോൾ വില്ലേജ് ഓഫീസർ എന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോളെ നിൻ്റെ പേര് മാറ്റ്, നിൻ്റെ പേര് മാറ്റിയിട്ട് നീ ഭർത്താവിൻ്റെ പേര് ചെയ്ത് പറഞ്ഞു. അപ്പം ഞാനും ഒരു കളി കളിച്ചു. ഇവർക്ക് 2 പേരുണ്ട്, ആദ്യത്തെ ഹസ്ബൻഡിന് 2 പേരുണ്ട്. ഈ 2 പേര് വന്നപ്പോൾ ഇവർക്ക് ആർക്കും കൺഫ്യൂഷനായി, ആരാണ് ഈ വ്യക്തി എന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് എനിക്ക് വീട് പാസ്സായത്. അപ്പം നമ്മൾ ഇത്രയൊരു നാടിന് വേണ്ടി ചെയ്തിട്ട് ഇവരെല്ലാവരും എന്നെ 60 ഒറ്റ സമയം കൊണ്ട് രാവിലെ 10 to വൈകുന്നേരം 6 മണി കൊണ്ട് 68 കർഷക തൊഴിലാളി ക്ഷേമനിധി മെമ്പേഴ്സിനെ ചേർത്താണ് ഒറ്റ ദിവസം 68 പേരനെ. അപ്പം ഞാൻ വളരും എന്ന് കണ്ടപ്പോൾ ഇവർക്ക് പ്രശ്നമായി തുടങ്ങി. അപ്പം ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയെങ്കിൽ ഞാൻ ഒരു 2004 കേരള ശാസ്ത്രാർത്ഥി പരിഷത്തിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കലാജാഥയ്ക്ക് കേരളത്തിൽ മുഴുവൻ 3 ജില്ലകളിൽ കലാജാഥയ്ക്ക് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ തിരഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഡൽഹിയിലേക്ക് പോയി. പക്ഷേ ഇവരൊരു സ്വീകരണം പോലും തന്നില്ല. അപ്പോൾ നാട്ടിലെന്താവും പാട്ടുണ്ടാവുക, ഈ സ്ത്രീ ചീത്തയാണ്, ഈ സ്ത്രീ എവിടെയോ പോയി, ആരുടെ കൂടെ പോയി, മക്കളെയും ഭർത്താവിനെ ഇവിടെ ഉപേക്ഷിച്ചു, സ്ത്രീ എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ മക്കളും കേട്ട് വളരുന്നത്. പക്ഷേ ഇവരത് ആരാണ് വിശദീകരണം കൊടുക്കേണ്ടിണ്ടായിരുന്നത്?
പാർട്ടി കൊടുക്കേണ്ടതാണ്. കാരണം പാർട്ടിക്ക് അറിയാം ഞാൻ എവിടെയാണ്, എങ്ങോട്ട് പോയി, എന്താണ് ചെയ്യുന്നത്. കാരണം കലാജാഥയ്ക്ക് പോയത് തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല, എറണാകുളം ജില്ല, 4 ജില്ലകളാണ് 41 ദിവസം. 41 ദിവസം എന്നെ നാട്ടിൽ കാണില്ലെങ്കിൽ ഇവിടെ എവിടെയാണെന്നുള്ള ഉത്തരം കൊടുക്കേണ്ടത് പാർട്ടിയായിരുന്നു, ചെയ്തില്ല. രണ്ടാമത് ഡൽഹിയിൽ പോയി 10 ദിവസം അവിടെ, 10 ദിവസം ഇവിടെ, അങ്ങനെ 20 ദിവസം അങ്ങനെ പോയി. അതിനും റിപ്ലൈ കൊടുത്തില്ല. ഓൾറെഡി ഒരു സ്ത്രീനെ കുറിച്ച് അപവാദം പറയാൻ അധികം സമയം വേണോ? ഒരു കമൻ്റ് അതിൽ എൻ്റെ ചോട്ടിലുണ്ട്, സ്ത്രീ വീട് തകർത്തു, വേറെ ആരുമല്ല എൻ്റെ മകൾ തന്നെ ഇട്ടേക്കണത്. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ എന്താവും കുത്തിവെപ്പിച്ചിട്ടുണ്ടാവുക? അതിന് ഉത്തരം ആര് പറയണ്ടായിരുന്നു? അവർ പറയണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല. അങ്ങനെ ഇങ്ങനെ ഇതാകുമ്പോൾ ഇവരെ ഇങ്ങനെ തൊഴുത്തിൽ കൂത്ത് വളരെ അയക്കുമ്പോൾ ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. എ ഡി എസ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് ആ സമയത്ത് ഇലക്ഷൻ വരിക. ഇലക്ഷൻ വരുന്ന നേരത്ത് എന്നെ നോമിനേറ്റ് ചെയ്തു പാർട്ടി. അപ്പോൾ ഘടകകക്ഷികൾ ഇവരെപ്പോഴും അങ്ങനെയല്ലോ, ഭയങ്കര അടിയാണ് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത്. പിന്നെ ഇവർ തമ്മിലൊന്നാവും. ഇലക്ഷൻ സമയത്ത് ഇവർ സ്പ്ലിറ്റായി ഭയങ്കര അടിയാവും. അത് പഞ്ചായത്ത് ഇലക്ഷൻ പറയുമ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആട്ടി അങ്ങേ അറ്റത്താണ് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടിയിൽ രാഷ്ട്രീയം കണ്ട് വളർന്നതാണ്. കാരണം എൻ്റെ അച്ഛൻ MV രാഘവൻ്റെ പാർട്ടി CMP ആയ സമയത്ത് ഞാൻ പാർട്ടിയിലേക്ക് വന്ന കുട്ടിയാണ്. 9 വയസ്സേ ഉള്ളൂ എനിക്ക് അന്ന്. ആ സമയം മുതൽ പാർട്ടി എന്താണെന്ന് കണ്ടു വളർന്ന എന്നെയാണ് ഇവർ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയം എന്താണെന്ന് കുറച്ചൊക്കെ ബോധമുള്ള കാലത്താണല്ലോ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സ്കൂൾ മത്സരിക്കണത്. അവിടെ നിന്നാണ് പിന്നെ പാർട്ടീനെ കുറിച്ച് അങ്ങനെ ഞാൻ അറിയാതെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആയത്. അവരെക്കുറിച്ച് എന്നെ ഈ കലാജാഥയിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത്. ഈ ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഇതിനോട് അനുബന്ധമായി കിടക്കുന്ന ഒരു സംഘടന എന്നുള്ളത് എനിക്കന്നറിയില്ല. അങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഗതം പറയണത് ഞാനാണ്. അപ്പോൾ ഒരു വേറിട്ടൊരു സ്ത്രീ ശബ്ദം അദ്ദേഹം കൂടി അന്ന് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനാണ് സ്വാഗതം പറയണത്. ജയിച്ചപ്പോഴും സ്വാഗതം പറയണത് ഞാനാണ്, ഇലക്ഷന് വരുമ്പോഴും സ്വാഗതം പറയണത് ഞാനാണ്. MLA രണ്ടാമത് സ്പീക്കറാകുമ്പോൾ എൻ്റെ നാവുകൊണ്ട് ആദ്യം പറയണത് അങ്ങ് സ്പീക്കറാവട്ടെ എന്നുള്ളത്. എന്നിട്ട് സ്പീക്കറായിട്ട് വന്നിട്ടും സ്വാഗതം പറയണത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ എൻ്റെ ആദ്യ ഹസ്ബൻഡിന് മറ്റേ ATC യൂണിയൻ ഉള്ള ആളാണ്. അപ്പോൾ ഈ യൂണിയൻ രണ്ടാണല്ലോ. അപ്പോൾ അവരുടെ ഒരാൾ കണ്ടപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി എന്നെ അതിലേക്ക് എടുത്താൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇവർ പിടിച്ചിട്ട് എന്നെ അതിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ചതാണ്. മെമ്പർഷിപ്പ് എടുപ്പിച്ചപ്പോൾ പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ആ പാർട്ടി ഈ പാർട്ടിയും പ്രശ്നമായി. അങ്ങനെ എനിക്ക് സീറ്റ് തരില്ല. എനിക്ക് റെക്കോർഡിക്കൽ പേര് അഭില എന്നാണ്. എൻ്റെ ഗംഗ എന്നുള്ളത് ദീശാനാമാണ്. അപ്പോൾ അഭിലയാണെങ്കിൽ സീറ്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ എൻ്റെ കൂടെ ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ നട്ടൽ പണയം വെച്ചിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്യണത് അന്നും താല്പര്യമില്ല, ഇന്നും താല്പര്യമില്ല. എനിക്ക് പറ്റിയെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയണതാണ് ശീല പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ അയക്കുമ്പോൾ എനിക്ക് സീറ്റില്ല. 3 മാസം തർക്കം നടക്കുക. അപ്പോൾ പാർട്ടി രഹസ്യമായിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർ ഈ അപ്പുറത്തെ വാർഡ് തരാമെന്ന്. ഞാൻ പറഞ്ഞു അപ്പുറത്തെ വാർഡിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറില്ല, എൻ്റെ വാർഡിലാണ് എനിക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ആ വാർഡിലല്ല പറഞ്ഞു ഞാൻ. ഇവിടെയാണെങ്കിൽ മതി, ഇവിടെയാണെങ്കിൽ ഞാൻ നിൽക്കുള്ളൂ, അപ്പുറത്ത് നിൽക്കില്ല എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ 2 വാർഡിൽ അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയായി. അപ്പോൾ എനിക്കും വാശി കയറി. സിറ്റിംഗ് സീറ്റാണ് കേട്ടോ, 20-25 വർഷമായിട്ട് സിറ്റിംഗ് സീറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെന്ന വ്യക്തി ഇത്രയും കാലം ഇവർക്ക് വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു കുളമുണ്ട്, ചെളിയുള്ള കുളം. അത് ഏകദേശം എൻ്റെ ഇത്ര ചളിയാണ് ഞാൻ ഇറങ്ങിയേക്കുമ്പോൾ. പക്ഷേ ഇവർ മെഷർമെൻ്റ് എടുത്ത കണക്ക് എത്ര ചളിയിൽ ഞാൻ ഇറങ്ങിയിട്ട് ആ കുളം വാസയോഗ്യമാക്കി കൊടുക്കുകയാണ്. അന്ന് എല്ലാ ആണുങ്ങളും പറഞ്ഞു ഒരാൾക്കും പറ്റില്ല, അത് പുരുഷന്മാർ പോലും വിചാരിച്ച് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ സംഭവമാണ് ഞാൻ 50 തൊഴിലുറപ്പ് പ്രവർത്തകർ, അന്ന് ഞാൻ തൊഴിലുറപ്പിൻ്റെ മാറ്റാണ്, 50 സ്ത്രീകളെ വെച്ചിട്ട് ഞാൻ പോയിട്ട് ചളി മാറ്റി കൊടുക്കണത്. ആ ചെളി മാറ്റിയത് മെഷർമെൻറ്റിൽ തെറ്റായ കാരണം ഇവർക്ക് എല്ലാവർക്കും പൈസ കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, അവർക്ക് 125 രൂപ എന്നെ കൊടുക്കണം, കാരണം അവരവിടെ വന്നിട്ട് അത്രയും വെയിൽ കൊണ്ട് പണിതാണ് എന്നുള്ള ഇതിൽ ഞാൻ പോയിട്ട് അവരോട് പോയിട്ട് ഫൈറ്റ് ചെയ്യുക. എന്നിട്ടാണ് ഇവർക്ക് 125-100 രൂപ കൊടുത്തു. കാരണം മെഷർമെൻറ്റ് ഇവർ വടിയിൽ കുത്തിയിട്ടാണ് ഇവർ അളന്നിട്ട് പോയത്. ഞാൻ ഇറങ്ങി നോക്കിയിട്ട് അളന്നതാണ്. 2 ആൾ അപ്പുറം എൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ചളിയിൽ ഇറങ്ങിയിട്ടാണ് മെഷർമെൻറ്റ് എടുത്തത്. അങ്ങനെയൊക്കെ ഞാനൊരു നാടിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എനിക്കും തോന്നി എൻ്റെ നാടാണ് എൻ്റെ ആ ഒരു വാർഡാണ് നന്നാവേണ്ടത് എന്നുള്ളത്. അവസാനം എന്ത് ചെയ്തു, ഇവരെല്ലാവരും 2 സ്ഥാനാർത്ഥിനെ അപ്പുറം നിർത്തിയപ്പോൾ ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് സ്വതന്ത്രനായി മത്സരിച്ചു. അപ്പോൾ ഇവർ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ എന്തുണ്ടായി, ഓൾറെഡി എന്താണ്ടാവുക, സ്പ്ലിറ്റ് ആവുമല്ലോ, എല്ലാം സ്പ്ലിറ്റ് ആവും. ആകെ 1000 വോട്ടാണ് അവിടെ ബൂത്തിൽ ഉള്ളത്. അപ്പോൾ അപ്പുറം കോൺഗ്രസ്, ഇത് സിറ്റിംഗ് സീറ്റ്, 25 വർഷത്തെ സിറ്റിംഗ് സീറ്റ് അവരുടെ
ആ പൊട്ടിച്ച് കയ്യിലാ കൊടുത്തു. കോൺഗ്രസ്സായി. കാരണം ഇവരെന്നെ വെല്ലുവിളിച്ചു, ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു. കാരണം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവരുടേതല്ലെങ്കിൽ അവർ തകർക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നന്മ ചെയ്യണമെന്ന്. എനിക്കവിടെ പാർട്ടിയില്ല, ഞാനൊരാളെയും പാർട്ടി നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്തിരുന്നത്. ഞാനവിടെ എന്ന വ്യക്തിയെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എന്തുണ്ടായി, ഞാൻ 200 വോട്ട് ഞാൻ പിടിച്ചു. അപ്പോഴും എനിക്ക് എന്താ ഉണ്ടായെന്നറിയോ, ഈ വെള്ളവും വെളിച്ചം ഉണ്ടാക്കി കൊടുത്താൽ അവിടെയുള്ള ഒരാൾ വോട്ട് ചെയ്തില്ല. 25 വീടുണ്ട്, അപ്പുറത്തൊരു 145 വീടുമുണ്ട്. ആ ഭാഗത്ത് നിന്ന് ആകെ 5 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പം ആ നാട് മടുത്തിട്ട് എനിക്ക് വെറുപ്പായി ആ നാടിനോട്. കാരണം ഞാൻ ചെയ്തത് നന്മ ഒന്നും കാണാതെ ഒരു ഇതുപോലും ചെയ്യുക. കാരണം കുറ്റം മാത്രം കാണുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അത് നമ്മളുടെ ഒരു ആശയദാരിദ്ര്യമാണോ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണോന്നൊന്നും അറിയില്ല. കാരണം എന്തിലും കുറ്റം കുറവ് മാത്രം കാണുക, ഒരാളുടെ നന്മ ഒരിക്കലും അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിലും അതെ. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് പേര് വിളിച്ചത്, എനിക്ക് ബാധയുണ്ട് പക്ഷെ പൈസ ഇല്ല, മാറ്റി തരുമോ? മാങ്ങ പൊട്ടിച്ച് പറിക്കണ ആളല്ലല്ലോ അത്. ഇവരുടെ ഒരു എനർജിയാണ് അവരുടെ ബോഡിയിൽ നിൽക്കുന്നത്. പൈസ ഇല്ലെങ്കിൽ അത് അവരനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. ഞാനെന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങണമല്ലോ. ഒരു തവണ ഒരാൾ, ഇവരുടെ ഒരു കൂട്ടുകാരൻ ഒരു ബാധ ദുരിതമായിട്ട് വന്നു. പുള്ളി പറഞ്ഞു, നീ വാ നമുക്ക് ഞങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞു. പുള്ളി അവൻ്റെ സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിലത്തെ കാശ് എടുത്തിട്ട് എല്ലാം കൂടി പോയി വാങ്ങി ബാധേനെ ആവഹിച്ചു. ബാധ ആവഹിച്ചപ്പോൾ വലിയൊരു പാമ്പ് വന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നു. വലിയൊരു പാമ്പ്, വലിയൊരു തവളനെ ഓടിച്ചിട്ടിട്ട് വന്നിട്ട് ഞങ്ങളെ പൂജാ റൂമിലേക്കാണ് കയറുന്നത്. ഇത് നിമിത്തശാസ്ത്രമാണ് കേട്ടോ. അപ്പോൾ പാമ്പിന് വിഷമില്ല, വലിയ ചേരയായിരുന്നു, നല്ല എത്ര വണ്ണമുള്ള, എൻ്റെ കയ്യിൻ്റെ ഒക്കെ വണ്ണമുള്ള ചേരയാണ്. അപ്പോൾ വലിയ തവളയാണ്. അപ്പോൾ ഓടി വരുന്ന പാമ്പിന് നിമിത്തശാസ്ത്രപ്രകാരം, എനിക്ക് കുറച്ച് നിമിത്തശാസ്ത്രം അറിയാം. അപ്പോൾ നിമിത്തശാസ്ത്രപ്രകാരം പാമ്പിന് വിഷമില്ല, പക്ഷേ ഇവനെ പിടിക്കും വേണം, ഇവനെ പിടിച്ചു വിഴുങ്ങണം എന്നുള്ള ചിന്തയിലാണ് വരുന്നത്. പക്ഷേ ഭഗവതിയുടെ അമ്പലത്തിലേക്ക് ഓടി കയറി തവള. അപ്പോൾ ഇവനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് ഞാൻ ഇവനോട് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ ആവാഹിച്ചെടുത്ത അന്ന് രാത്രി പുള്ളി തളർന്നു. അദ്ദേഹം രാവിലെ 4 മണിക്ക് എണീക്കും. എന്ത് വയ്യെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കില്ല. 4 മണിക്ക്, ഏത് തണവ് കാലത്ത് 4 മണിക്ക് എണിച്ച് കുളിച്ച്, തീരെ വയ്യെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇത്തിരി ടയേർഡായാൽ മാത്രം 5 മണിയാവുള്ളൂ. അല്ലെങ്കിൽ 4 മണിക്ക് എണിച്ച് കുളിച്ച് പോയി അമ്പലം തുറക്കും. പൂജാ റൂമാകുമ്പോൾ പൂജാ റൂം. ഇപ്പം പിന്നെ അമ്പലത്തിലേക്കെല്ലാം മാറ്റി അമ്പലം തുറക്കുന്ന വ്യക്തി രാവിലെ 7 മണിയായിട്ട് എണീക്കണില്ല. ഞാൻ എണീറ്റ് പോയി കുളിച്ചു, ദേവിയെ തൊഴുതു, വിളക്ക് കൊളുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എണീക്കില്ല. അപ്പോൾ എന്ത് പറ്റി? അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ കാലും കൈയും ഇനങ്ങളില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പോയി ദേവിയുടെ അടുത്ത് പോയിരുന്നിട്ട് ചോദിച്ചാൽ എന്താ പറ്റിക്കണമെന്ന് വെച്ചപ്പോൾ ഇന്നലെ ആവാഴ്ച ബാധ ദുരിതമാണ് പറഞ്ഞു. അപ്പം അവൻ്റെ നിന്ന് ഒരു രൂപ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഒറ്റ രൂപ വാങ്ങിയിട്ടില്ല. അവനൊരു കുപ്പി എണ്ണ അങ്ങോട്ടാണ് കൊണ്ടുവന്നേക്കണം. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഹസ്ബൻഡല്ലേ, ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. വൈകുന്നേരം നേരത്തെ ആവായിക്ക് ഇരുത്തി, ഇവരെന്നെ ഇരുത്തി ആവായിക്കുമ്പോൾ ബാധ പറയാണ്, ഞാൻ ആ രൂപത്തിൽ, ആ വെള്ളി രൂപത്തിൽ ഞാൻ കയറില്ല എന്ന്. എന്ത് ചെയ്യാൻ പറ്റും പുള്ളീനെ? കാരണം ഒരു ഭാഗം ഇളക്കാൻ പറ്റാതെയാണ് ഇരിക്കണത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഇടത്ത് കയറാൻ പറഞ്ഞു. എൻ്റെ ഇടത്ത് കയറി പറഞ്ഞു. ബാധ ഇടത്ത് കയറി. അപ്പം തളർന്നു. 3 മാസം കിടന്നു. പൈസ ഇല്ലാണ്ട് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് ഞാൻ 3 മാസം കിടന്നു. 3 മാസം ഒരു പരാതി ഞാൻ ഭഗവതിയോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം അവിടെ തകർന്നു എന്നുള്ളത്. കാരണം കിടന്ന കിടപ്പാ. ഭക്ഷണം അവർ വാങ്ങി തരണം, കുളിപ്പിക്കണം, അവർ മുടി കെട്ടി തരണം, എല്ലാം കിടന്ന കിടപ്പാ. അങ്ങനെ ഒരു ദിവസം 3 മാസമായപ്പോൾ മൂകാംബിക പറഞ്ഞു, നീ അങ്ങോട്ട് വാ. മൂകാംബികയ്ക്ക് വായോ. ട്രെയിനിൽ എങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല. തൽക്കാലം എടുത്തിട്ട് ട്രെയിനിൽ പോയ കഥ ആലോചിച്ച് എല്ലാവർക്കും എന്നെ കണ്ടു വിഷമം. കാരണം ഞാൻ അങ്ങനെയാണ് അത്. കാരണം ഒരു ഭാഗം തളർന്നിട്ടല്ലേ ഇരിക്കണം, ഒരു ഭാഗമല്ലേ ഉള്ളൂ. ഈ ഒരു ഭാഗം കൊണ്ട് വേണം ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പതുക്കെ എണീക്കാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മോള് ഡോക്ടറെ കണ്ടില്ലേ? അത് ഞാൻ എല്ലാം എടുത്തു, ഡോക്ടറെ കണ്ടു, അലോപ്പതി എടുത്തു, ആയുർവേദം എടുത്തു, എല്ലാം എടുത്തു. കാരണം ഞാൻ എല്ലാ അഡിക്ഷനല്ല, ഭഗവതിയിൽ പോലും അഡിക്ഷനല്ല. മരുന്ന് കൊടുക്കണുണ്ട്, മന്ത്രം വേണം എന്നുള്ള എല്ലാ ചിന്തയിൽ തന്നെയാണ് ഞാൻ. ഇപ്പോൾ വരുന്ന ആൾക്കാർക്കാണെങ്കിലും മരുന്നും കൊടുക്കാറുണ്ട്. നമ്മൾ ചെയ്യണ കർമ്മങ്ങളാണെങ്കിലും മന്ത്രം, യന്ത്രം, മരുന്നും കൂടിയിട്ടാണ് കൊടുക്കുക. അല്ലാതെ വെറുതെ ഞാൻ അതിൽ അഡിക്ഷനാക്കാറില്ല. അപ്പോൾ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞു 5 ദിവസം അവിടെ ഇരിക്കാൻ പറഞ്ഞു. 5 ദിവസം ഞാൻ അവിടെ ഇരുന്ന് ജപിക്കാൻ പറഞ്ഞു. ജപിച്ചു. ഇനി പൊക്കോളം പറഞ്ഞു. ഒരു വ്യാഴാഴ്ച പറഞ്ഞു, നീ പൊക്കോന്ന് പറഞ്ഞു. പോന്നു. പോരുമ്പോൾ പറഞ്ഞു, 20ാമത്തെ ദിവസം നീ എണീച്ച് നടക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 20ാമത്തെ ദിവസം ഞാൻ എണീറ്റ് നടന്നു.